വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഡിറ്റർമിനേഴ്സ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ടൈറ്റിൽ. അപ്പോൾ ആ ഡിറ്റർമിനേഴ്സിൽ വരുന്ന ആ ഒരു ഹെഡിൽ വരുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ യൂസ് എ എന്നുള്ളതും ആൻ എന്നുള്ളതും അതിൻ്റെ യൂസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഏതാ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ദ എന്നുള്ളത്. ശ്രദ്ധിക്കാം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നുള്ളതിൻ്റെ യൂസാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നുള്ളതിൻ്റെ യൂസിലേക്ക് നേരെ പോവാം. നമുക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ ഉപയോഗം വരുന്നത് യൂസ്ഡ് ബിഫോർ സെർട്ടൻ നൗൺസ് വിച്ച് ആർ വെരി യുണീക്ക്. വളരെ യുണീക്കായിട്ടുള്ള നൗൺസ്, വളരെ യുണീക്കായിട്ടുള്ള നൗൺസ്, അത്തരം നൗൺസിൻ്റെ മുൻപിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. വളരെ യുണീക്കായിട്ടുള്ള നൗൺസ് സച്ച് ആസ് ദ മൂൺ, ദ എർത്ത്, ദ സ്കൈ, ദ യൂണിവേഴ്സ്, ദ വേൾഡ്. അവ ഇവിടെ ഏതാ യുണീക്കായ നൗണുകൾ? മൂൺ എന്നുള്ളത്, എർത്ത് എന്നുള്ളത്, സ്കൈ എന്നുള്ളത്, യൂണിവേഴ്സ് എന്നുള്ളത്, വേൾഡ് എന്നുള്ളത്. ഇതൊക്കെ യുണീക്ക് നൗൺസ് ആണ്. എന്താ യുണീക്ക് നൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇവ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ സൺ എന്നുള്ളത് ഒന്നുള്ളൂ, മൂൺ ഒന്നുള്ളൂ, വേൾഡ് അതുപോലെ തന്നെ സ്കൈ ഓരോന്നായിട്ടുള്ള, ദാറ്റ് ഈസ് യുണീക്ക്. ഇത്തരം യുണീക്ക് ആയിട്ടുള്ള നാമങ്ങളുടെ മുൻപിൽ ദ ഉപയോഗിക്കുന്നു. 2, യൂസ്ഡ് ബിഫോർ എ നൗൺ വിച്ച് വാസ് ഓൾറെഡി മെൻഷൻഡ് ബിഫോർ. അതായത് നമ്മൾ മുൻപ് മെൻഷൻ ചെയ്ത നൗണ് രണ്ടാമത് പറയുമ്പോൾ, അത് നൗണാവാം പ്രോനൗണാവാം കേട്ടോ, പക്ഷെ അത് മുൻപ് മെൻഷൻ ചെയ്തതായിരിക്കണം. അങ്ങനെ മുൻപ് മെൻഷൻ ചെയ്തത് സൂചിപ്പിച്ച നൗണ് വീണ്ടും പറയുമ്പോൾ, എക്സാമ്പിൾ, ഷീ റോട്ട് എ സ്റ്റോറി, ഷീ റോട്ട് എ ന്യൂ സ്റ്റോറി ആൻഡ് ദ സ്റ്റോറി. ആ സ്റ്റോറി ഉണ്ടോ, ഷീ റോട്ട് എ ന്യൂ സ്റ്റോറി, അവൾ ഒരു പുതിയ കഥ എഴുതി. ഷീ റോട്ട് എ ന്യൂ സ്റ്റോറി, അവൾ ഒരു പുതിയ കഥ എഴുതി. ആൻഡ് ദ സ്റ്റോറി, കാരണം സ്റ്റോറി എന്നുള്ളത് മുൻപ് മെൻഷൻ ചെയ്തതാണ്. അപ്പൊ ആൻഡ് ദ സ്റ്റോറി, ആ സ്റ്റോറി, അതാണ്. അതായത് ഏതെങ്കിലും സ്റ്റോറി അല്ല, ആൻഡ് ദ സ്റ്റോറി. കാരണം ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഇത് തന്നെയാണ് ദാന്നും ദീന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പറയും കേട്ടോ. ആൻഡ് ദ സ്റ്റോറി, ആ സ്റ്റോറി എന്ന് വെച്ചാൽ ദ ചേർത്തപ്പോൾ ഡെഫിനിറ്റ് ആയി. ഏതെങ്കിലും കഥയല്ല, ആ സ്റ്റോറി, അവൾ എഴുതിയ ആ പുതിയ സ്റ്റോറി ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് വൺ. ഇനി അടുത്ത ഉപയോഗം യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ഇൻ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ക്വാളിറ്റി പറയുന്നത്, ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ഷീ ഈസ് ദ ഷോർട്ടസ്റ്റ് ഗേൾ ഇൻ അവർ ക്ലാസ്. ഷീ ഈസ് ദ ഷോർട്ടസ്റ്റ് ഗേൾ. ഇതിൽ ഏതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഷോർട്ടസ്റ്റ്. ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ട് പോസിറ്റീവ്, ഷോർട്ടർ കമ്പാരിറ്റീവ്, ഷോർട്ടസ്റ്റ് കേട്ടോ. ഷീ ഈസ് ദ ഷോർട്ടസ്റ്റ് ഗേൾ. അടുത്തത്, മിസ്റ്റർ നാരായൺ ഈസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ അവർ വില്ലേജ്. റിച്ചസ്റ്റ് മാൻ, ദ റിച്ചസ്റ്റ്. ഇനി യൂസ്ഡ് ബിഫോർ certain words like next, last, ultimate, first, second. ഈ വേർഡ്സിൻ്റെ ഒക്കെ മുൻപ് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ, നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വാസ് ദ ഫസ്റ്റ്. വി വിസിറ്റഡ് ഹംപി ഓൺ ദ ലാസ്റ്റ് ഡേ. വി വിസിറ്റഡ് ഹംപി, ഹംപി ഞങ്ങൾ സന്ദർശിച്ചു.
ഓൺ ദി ലാസ്റ്റ് ഡേ, ഓൺ ദി ലാസ്റ്റ് ഡേ. അടുത്തത് യൂസ്ഡ് ബിഫോർ നൗൺസ് വിച്ച് റെപ്രസെന്റ് എ ക്ലാസ്. ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൗണ്. ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൗൺ എന്ന് പറഞ്ഞാൽ കോമൺ നൗണ്. നോക്കൂ, ദ സ്നേക്ക് ഈസ് എ വെനോമസ് റെപ്റ്റൈൽ. ദ സ്നേക്ക്, ദ സ്നേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊത്തത്തിൽ പാമ്പ് എന്ന് പറയുന്ന വിഭാഗം, അതാണ് ക്ലാസ്. പാമ്പുകൾ എന്താണ്? വെനോമസ് റെപ്റ്റൈൽ, വിഷമുള്ള ഉരകങ്ങളാണ്. വെനോമസ്, ദ സ്നേക്ക്. ഇവിടെ മൊത്തത്തിൽ പാമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. പാമ്പുകൾ കേട്ടോ, പാമ്പ് എന്നുള്ള വിഭാഗം, ആ ഒരു കാറ്റഗറി. ദ ഹെൻ ലേസ് എഗ്സ്, അതായത് അവ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും നിശ്ചിതമായിട്ടുള്ള ഈ കോഴി എന്നുള്ളതല്ല. അതായത് കോഴി എന്ത് ചെയ്യുന്നു, പൊതുവെ എല്ലാ കോഴികളെയും ഉൾപ്പെടുത്തി പറയാണ് അല്ലെ. കോഴി മുട്ടയിടുന്നു. ഇനി ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദി വേർഡ് മാൻ വെൻ ഇറ്റ് റെപ്രസെന്റ്സ് ഹ്യൂമൻ റേസ്. ഇനി ഹ്യൂമൺ എന്ന മാൻ എന്ന വാക്ക്, മാൻ, ആ മാൻ എന്ന വാക്ക് മനുഷ്യ വിഭാഗത്തെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ, മാൻ എന്നുള്ള വാക്ക് മനുഷ്യ വിഭാഗത്തെ, ഹ്യൂമൻ റേസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. നോക്കുക, ദ മാൻ ഈസ് ദ ഓൺലി അനിമൽ ഹു ക്യാൻ ടോക്ക്. ഇവിടെ മാൻ എന്നുള്ളത് മൊത്തം മനുഷ്യനാണ് ഉദ്ദേശിച്ചത്. ദ മാൻ എന്ന് അല്ലേ, അതായത് മാൻ ഈസ് ദ ഓൺലി അനിമൽ ഹു ക്യാൻ ടോക്ക്, അതായത് ഈ മനുഷ്യനല്ല പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിച്ചത് സംസാരിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യർ മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും ഉദ്ദേശിച്ചു, എല്ലാ മനുഷ്യരെയും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല, ആർട്ടിക്കിൾ ഇല്ലാതെ പറയണം. മാൻ ഈസ് ദ ഓൺലി അനിമൽ ഹു ക്യാൻ ടോക്ക്. സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യർ മാത്രമാണ്. മാൻ ക്യാൻ, മാൻ ഈസ് ദ ഓൺലി അനിമൽ. ഇനി അടുത്തത് യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ടു ഇൻഡിക്കേറ്റ് എ ക്ലാസ് ഓഫ് പീപ്പിൾ. ഇനി അടുത്തത് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ. അഡ്ജക്റ്റീവ്സിന്റെ മുൻപിൽ ദ എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് ഒരു നിശ്ചിത വിഭാഗത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് മാറും. നിശ്ചിത വിഭാഗത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് മാറും. എക്സാമ്പിള്, റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിച്ച് പറഞ്ഞാൽ എന്താ? റിച്ച്, സമ്പന്നത എന്നുള്ളതാണ് റിച്ച് അല്ലേ, റിച്ച്. എന്നാൽ അതേ സമയത്ത് ദ റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് പീപ്പിൾ, അവിടെ മാറ്റം വന്നു. ദ റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? റിച്ചായിട്ടുള്ള ആളുകൾ, ദ റിച്ച്. വെറും റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമ്പന്നത എന്നാണ് വെറും റിച്ച്. റിച്ച് എന്ന് പറഞ്ഞാൽ സമ്പന്നത എന്നാണ് റിച്ച്. എന്നാൽ അതേസമയം തന്നെ ദ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചായിട്ടുള്ള ആളുകൾ, ദ റിച്ച്, റിച്ചായിട്ടുള്ള ആളുകൾ. ഇനി ദ ഹോണസ്റ്റ്, ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ്. ഹോണസ്റ്റ്, സത്യസന്ധത. ദ ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധരായിട്ടുള്ള ആളുകൾ, ദ ഹോണസ്റ്റ്. അപ്പൊ ഹോണസ്റ്റ് പറഞ്ഞ സത്യസന്ധത എന്നാണ്. ദ ഹോണസ്റ്റ്, സത്യസന്ധരായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്ത ആള്, അക്ഷരാഭ്യാസമില്ലായ്മ, നിരക്ഷരത, ഇല്ലിറ്ററേറ്റ്. സാക്ഷരത ഇല്ലായ്മ, ഇല്ലിറ്ററേറ്റ്. എന്നാൽ ദ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവർ, നിരക്ഷരർ, ദ ഇല്ലിറ്ററേറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ദ ചേർക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ഒരു നിശ്ചിത വിഭാഗം ആളുകളായിട്ട് മാറും. ഇനി യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്, പർവ്വത നിരകളുടെ പേരിൻ്റെ കൂടെ. ഐലാൻഡ് ഗ്രൂപ്പ്സ്, റിവേഴ്സ്, കനാൽസ്, ഓഷ്യൻസ്, അതുപോലെ തന്നെ സീസ്, ഗൾഫ്സ്, സ്ട്രെയിറ്റ്സ്, എക്സെട്ര. ഇതിൻ്റെയൊക്കെ പേരിൻ്റെ കൂടെ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ദ ആൽപ്സ്,
ദ ഗംഗ, ദ റെഡ് സീ, ദ ബെറിംഗ് സ്ട്രെയിറ്റ്, ദ ഗൾഫ് ഓഫ് മാന്നാർ, ദ അറേബ്യൻ സീ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പിന്നെ യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, എപ്പിക്സ് എക്സെട്ര. അതുപോലെ തന്നെ പത്രങ്ങൾ, ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, വേദഗ്രന്ഥങ്ങൾ, ദൈവഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ, എപ്പിക്കുകൾ, ഐതിഹ്യങ്ങൾ. എക്സാമ്പിൾ ദ രാമായണ, ദ ബൈബിൾ, ദ ഹിന്ദു, പത്രത്തിൻ്റെ പേരാട്ടോ, ദ ഹിന്ദു. അതുപോലെ തന്നെ ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, പത്രത്തിൻ്റെ പേര്. പിന്നെ യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ഡെസേർട്സ്, മരുഭൂമികളുടെ പേര്, ഡെസേർട്ടിൻ്റെ പേര്, ഫോറസ്റ്റുകൾ, ട്രെയിനിൻ്റെ പേര്, ഹോട്ടൽസിൻ്റെ പേര്. ഇവയുടെയൊക്കെ പേരിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, മരുഭൂമിയുടെ പേരാണ്. ദ ഗീർ ഫോറസ്റ്റ്, ഗീർ വനം, അല്ലെ ഗുജറാത്തിലെ ഗിർ വനം, ദ ഗീർ ഫോറസ്റ്റ്. ദി ഐലാൻഡ് എക്സ്പ്രസ്, ട്രെയിനിൻ്റെ പേര്. അതുപോലെ തന്നെ ദ ഹയാസിന്ത് ഹോട്ടൽ, ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ എക്സെട്ര. ഇതിൻ്റെയൊക്കെ മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ദ എന്നുള്ളതിൻ്റെ പേര് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.